ഫ്രണ്ട്സ്, ഇന്നലെ HDFCയുടെ ഇഷ്യൂ സോൾവ് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇതാണ്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സംസാരിക്കാതെ പോകുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നാണ് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ്. നമ്മളാരും സംസാരിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു സേവനത്തിനോ ഒരു സാധനത്തിനോ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അത് നമുക്ക് കിട്ടേണ്ട സർവീസ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വക കാര്യങ്ങളങ്ങ് ഇഗ്നോർ ചെയ്യും. അതിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നവും അല്ലാതെ തന്നെ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും ആലോചിച്ചിട്ട് നമ്മളിതങ്ങ് കളയും. കാര്യം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ എബ്രോഡ് പഠിക്കാൻ പോകുന്ന പിള്ളേരുടെ അല്ലെങ്കിൽ എബ്രോഡ് വിസയുടെ ഒരു തട്ടിപ്പ് ഇപ്പം വളരെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതായത് എനിക്ക് വിസ തട്ടിപ്പിലൂടെ ഒരു 5 വർഷം മുന്നേ 1 ലക്ഷം രൂപ നഷ്ടമായതാണ്. ഞാനത് 1,15,000 രൂപയായിട്ട് തിരിച്ചു വാങ്ങിയായിരുന്നു. അത് നമ്മുടെ കൺസ്യൂമർ കോർട്ടിൽ ഓൺലൈൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. ആദ്യം ഓൺലൈൻ പരാതി കൊടുത്തു, അവരെ വിളിച്ച് അവർ സംസാരിക്കും, ഒരു സെറ്റിൽമെൻറ്റിന് ശ്രമിക്കും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ കോർട്ടിൽ പരാതി കൊടുക്കാം. ഇതിനൊരു അഡ്വക്കേറ്റിൻ്റെയോ ആരുടെയോ ആവശ്യമില്ല, നമുക്ക് തന്നെയായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് തിരിച്ച് നേടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ കൺസ്യൂമർ അഫയേഴ്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ വിസ തട്ടിപ്പുകളുടെ പരമായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാം. അങ്ങനെ വിസയുടെ പൈസ കൊടുത്ത് ആ പൈസ ഹോൾഡിൽ നിൽക്കുന്ന, അതായത് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്യും ഇങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ ഈ കൺസൾട്ടൻസികളുടെ പിന്നിൽ ധാരാളം തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.